ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും മഴയാണ്. രാവിലത്തെ ഈ മഴ രാവിലെ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു ഭയങ്കര ശല്യമാണ്. പിന്നെ റബ്ബറൊക്കെ വെട്ടാനുള്ളവർക്കും അതേപോലെ രാവിലെ ഈ മഴ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ റബ്ബറിന് കവറിങ്ങൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് വെട്ടായിരിക്കും. എങ്കിലും ഇത്രയും ശക്തിയായിട്ടൊക്കെ പെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരുമെന്നാണ് തോന്നുന്നത്. അത്രയും മഴ പെയ്യുമ്പോൾ പാലെടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് രാവിലെ പെയ്യുന്ന ഈ ശക്തിയായിട്ടുള്ള മഴ. ഇപ്പം മഴ പെയ്ത് വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തമൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുകയാണ്. അവിടെയൊക്കെ ഇതിലും ഭയങ്കര ശക്തിയായിട്ടാണ് തോന്നുന്നു മഴ പെയ്യുന്നത്. എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ ചമ്മന്തിയും ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഇവിടെ പിന്നെ നമുക്ക് രാവിലെ സ്കൂളിൽ കുട്ടികളൊന്നും വിടാനില്ലാത്തതുകൊണ്ട് നമുക്ക് പതുക്കെ ചെയ്താൽ മതി. അങ്ങനെ ഓരോരോ ജോലികളൊക്കെ രാവിലെ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് രാവിലെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചെല്ലുക. അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. മഴയത്ത് സ്കൂട്ടിയിലൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോക്കൊക്കെ ഇപ്പം എല്ലാ ദിവസവും ഒന്നും നടക്കാറില്ല. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് തുടങ്ങുമ്പോഴാണ് ഒരു സന്തോഷവും സമാധാനമൊക്കെ എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ കാണുമല്ലോ സ്ഥിരം അമ്പലങ്ങളിൽ പോകുന്നതിലൊക്കെ. എന്താണെന്ന് അറിയത്തില്ല, അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഇവിടെ കൂടുതലും നാടൻ കറികളാണ് കേട്ടോ. എൻ്റെ ഇതിനകത്തെല്ലാം എപ്പോഴും നിങ്ങൾ നാടൻ കറികൾ കണ്ട് കണ്ട് തളർന്ന് കാണുമല്ലേ. ഇന്ന് കൂമ്പും പയറുമാണ്. പയറെന്ന് പറഞ്ഞാൽ ഈ പിഞ്ച് പയർ, അല്ലാതെ നമ്മുടെ മറ്റേ ചെറുപയർ വൻപയറൊന്നും അല്ല. പയർ വാങ്ങിച്ച് കടയിൽ ചെന്നപ്പോൾ കണ്ടതാണ്. നല്ല ഇളം പയർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു ചെറുതായിട്ട് അരിഞ്ഞു. ഒടിയൻ പയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒടിക്കുമ്പോൾ അതിനകത്ത് അരിയൊന്നും ആയില്ല, അതിന് മുമ്പുള്ള പയറാണ്. അതും പിന്നെ ഒരു കൂമ്പ്, നമ്മുടെ ഇവിടെ പറമ്പിൽ നിന്ന് തന്നെ ഒരു കൂമ്പുണ്ടായിരുന്നു. അത് ഈ ഞാലിപ്പൂവൻ്റെ കൂമ്പായിരുന്നു. അതും കൊണ്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞ് തോരനൊക്കെ വെച്ചു. പിന്നെ മീനിപ്പം ട്രോളിങ് നിരോധനം ആയതുകൊണ്ട് മീനും കുറവാണ്. പക്ഷേ ഉള്ള മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് ഈ മിക്സർ മീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഉള്ള ഒരു സൈസ് മീനായിരുന്നു കിട്ടിയത്. അങ്ങനെ അത് വറുക്കുകയാണ് ചെയ്തത്. പിന്നെ രസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് വെച്ചത്. പിന്നെ ഞങ്ങളുടെ സഹജീവികളാണ് ഇതൊക്കെ. മാർക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവന് ചോറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ പൂച്ച കുഞ്ഞുങ്ങളാണ്. ഇത് കറുമ്പിയുടെ മോളുമാണ്. ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ ഓടി എൻ്റെ മോളിൽ കയറിയിരിക്കുകയാണ്. മാർക്കോയെ പേടിച്ച് ഇവരിങ്ങനെ ഷേഡിൽ കയറിയിരുന്നാണ് കഴിക്കുന്നത്. താഴെ ഇരുന്ന് കഴിച്ചാൽ മാർക്കോ ഓടിക്കും. അതുകൊണ്ട് പേടിച്ച് എൻ്റെ മുകളിൽ കയറി ഞങ്ങൾ അവിടെ വെച്ച് കൊടുക്കും. അവിടെ ഇരുന്നാണ് രണ്ടുപേരും കൂടെ കഴിക്കുന്നത്. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഉച്ചയൂണ് ഇതൊക്കെ കൂട്ടി കഴിച്ചു. നല്ല കൂമ്പും പയറും തോരന്, മിച്ചർ മീൻ വറുത്തത്, രസം, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ.